ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹരിതകർമ്മസേനയുടെ ഈടാക്കുന്ന യൂസർ ഫീ സംബന്ധിച്ച് പുതുക്കിയ ചില മാർഗരേഖയിലെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീടുകളിൽ നിന്ന് അജൈവ വസ്തുക്കൾ ശേഖരിക്കുന്നതിന് നിലവിലെ നിരക്കായ ഗ്രാമപഞ്ചായത്തുകളിൽ കുറഞ്ഞത് പ്രതിമാസം 50 രൂപ നിരക്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭയിലാണെങ്കിൽ പ്രതിമാസം കുറഞ്ഞത് 70 രൂപ എന്ന നിരക്ക് തുടരുന്നതാണ്. സ്ഥാപനങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് പ്രതിമാസം 100 രൂപയാണ്. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിന് ആനുപാതികമായും പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അനുസരിച്ചും നിരക്ക് വ്യത്യാസപ്പെടുന്നതാണ്. ഇത്തരത്തിൽ നിശ്ചയിക്കുന്ന നിരക്ക് ഭരണസമിതി തീരുമാനമെടുത്ത് പ്രസിദ്ധീകരിക്കുന്നതാണ്. വലിയ അളവിൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശേഖരണത്തിന് പ്രതിമാസം 5 ചാക്ക് മാലിന്യം വരെ കുറഞ്ഞത് ആകെ 100 രൂപ എന്ന നിരക്ക് ഈടാക്കേണ്ടതും അധികമായി വരുന്ന ഓരോ ചാക്കിനും കുറഞ്ഞത് 100 രൂപ അധികമായും ഈടാക്കേണ്ടതാണ്. അതുപോലെ ചാക്കിൻ്റെ പരമാവധി വലിപ്പമെന്ന് പറയുന്നത് 65 × 80 സെൻറ്റിമീറ്റർ ആയിരിക്കുന്നതാണ്. ജൈവ മാലിന്യം ശേഖരിക്കുന്ന ഇടങ്ങളിൽ വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവയിടങ്ങളിൽ നിന്നും തൂക്കത്തിന് ആനുപാതികമായി തുക ഈടാക്കേണ്ടതും ഓരോ കിലോ ജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ തുക 7 രൂപയായി നിശ്ചയിക്കേണ്ടതുമാണ്. എന്നാൽ ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതയും സാധ്യതയും പരിഗണിച്ച് ഉയർന്ന നിരക്ക് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനത്തിന് നിശ്ചയിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിശ്ചയിക്കുന്ന നിരക്ക് തദ്ദേശ സ്ഥാപന ഭരണസമിതി തീരുമാനമെടുത്ത് പ്രസിദ്ധീകരിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപന തലത്തിൽ യൂസർ ഫീ നിശ്ചയിക്കുന്നതിൻ്റെയും വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ ഉടമകൾ യൂസർ ഫീസ് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെയും ചുമതല തദ്ദേശ സ്ഥാപനത്തിന് ആണ്. പ്രതിമാസ യൂസർ ഫീസ് നൽകാതിരിക്കുന്ന ഉടമകളിൽ നിന്നും യൂസർ ഫീസ് കുടിശ്ശിക വസ്തുനികുതി ഈടാക്കുന്നത് പോലെ ഈടാക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഓരോ മാസവും ഈടാക്കുന്ന തുക എത്രയെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി തിട്ടപ്പെടുത്തുകയും ആയത് തൊട്ടടുത്ത മാസത്തെ 5-ാമത്തെ പ്രവൃത്തി ദിവസത്തിൽ ഹരിതകർമ്മസേന കൺസോർഷ്യം അക്കൗണ്ടിലേക്ക് കൈമാറേണ്ടതാണ്. ഹരിതകർമ്മസേന യൂസർ ഫീ കളക്ഷൻ ഉപയോഗിക്കുന്ന രസീത് ഏകീകൃത രൂപത്തിൽ ആയിരിക്കേണ്ടതാണ്. രസീത് അച്ചടിച്ച് നൽകിയതിൻ്റെയും കൃത്യമായി രേഖപ്പെടുത്തി ഹരിതകർമ്മസേന കൺസോർഷ്യം ഭാരവാഹികൾക്ക് കൈമാറുന്നതിൻ്റെയും ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ആയിരിക്കുന്നതാണ്. യൂസർ ഫീ ഈടാക്കുന്നത് സംബന്ധിച്ച് സ്പഷ്ടീകരണം നൽകിക്കൊണ്ടുള്ള പരാമർശം 7-8 ഉത്തരവുകൾ നിലനിൽക്കുന്നത് ആണ്. അപ്പം ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട് പുതുക്കിയ ചില അറിയിപ്പുകളാണ് നമ്മൾ നൽകിയത്. അപ്പോൾ ഇതാണ്, ഈ മാനദണ്ഡപ്രകാരമാണ് ഓരോ മാസവും വീടുകളിൽ വന്ന് പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.